Next, we want to study properties of ethers. Among them, first we want to study physical properties. Lower members are gases. Lower members are gases and higher members like diethyl ether, they are low boiling liquids. Low boiling ആയിട്ടുള്ള liquids ആണ് higher members. And they are highly volatile nature ആണ്. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചാൽ അത് volatile ആയിട്ട് പോയിക്കോളും. So that is they are highly volatile liquids ആണ്. And they have low density than water. വാട്ടറിനേക്കാൾ കുറവ് ഡെൻസിറ്റി ആണ്. And they are polar nature ആണ്. They are polar and their boiling point increases with the mass കൂടുമ്പോൾ ഇൻക്രീസ് ചെയ്യും. അതായത് CH3 ഈതയിൽ പോയിട്ട് അവിടെ പ്രൊപ്പൈലൊക്കെ വരുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടും. ബട്ട് their boiling point is less than alcohol. ആർക്ക് പറയാൻ പറ്റും എന്തുകൊണ്ട് ആൽക്കഹോളിനേക്കാൾ കുറവ് വന്നത് ഇവർക്ക് ബോയിലിംഗ് പോയിന്റ്? ഇപ്പോൾ നമ്മൾ ഫങ്ഷണൽ ഐസോമറിസം പഠിച്ചു അല്ലേ? ഏതായിരുന്നു? C4H10O. അപ്പോൾ കറസ്പോണ്ടിങ് ആൽക്കഹോൾസ് ഉണ്ടായിരിക്കും, കറസ്പോണ്ടിങ് ഈതേഴ്സും ഉണ്ടായിരിക്കും. പക്ഷേ ആൽക്കഹോൾസിനാണ് ബോയിലിംഗ് പോയിന്റ്. കാരണം മാസ്, ബോയിലിംഗ് പോയിന്റ് ഡിറ്റർമിൻ ചെയ്യുന്നതാണ് മാസ് എന്ന് പറയുന്നത്. സെയിം മാസ്സായ രണ്ട് സ്പീഷീസോ, ഒന്ന് ഈതർ ഒന്ന് ആൽക്കഹോളെ വിചാരിക്കൂ. അതിലെപ്പോഴും ഈതറിന് കുറവായിരിക്കും ആൽക്കഹോളിന്. ആർക്ക് പറയാൻ പറ്റും? ബോയിലിംഗ് പോയിന്റ് ബേസ് ചെയ്യുന്ന വലിയൊരു കാര്യമാണ് ഹൈഡ്രജൻ ബോണ്ടിങ്. ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ള സിസ്റ്റത്തിനൊക്കെ ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കും അല്ലേ? കാരണം ഹൈഡ്രജൻ ബോണ്ടിങ് കാരണം ഇവരിങ്ങനെ കണക്ട് ചെയ്ത് കിടക്കുമായിരിക്കും. അപ്പോൾ ബോയിൽ ചെയ്യുന്നതിന് മുന്നേ ഈ ഹൈഡ്രജൻ ബോണ്ടിങ്ങിനെ നമ്മൾ ബ്രേക്ക് ചെയ്യണം. ഓക്കെ, സോ ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ള സിസ്റ്റത്തിനൊക്കെ ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കും. സോ ഈതറിൽ അങ്ങനെ ഒരു ഹൈഡ്രജൻ ബോണ്ടിങ്ങിനുള്ള പോസിബിലിറ്റി ഇല്ല. ഓക്കെ, സോ ഈതേഴ്സ് ഹാവ് നോ ഹൈഡ്രജൻ ബോണ്ടിങ്, സോ ദെയർ ബോയിലിംഗ് പോയിന്റ് ഈസ് ലെസ് ദാൻ ദി കറസ്പോണ്ടിങ് ആൽക്കഹോൾസിനേക്കാൾ ബോയിലിംഗ് പോയിന്റ് കുറവായിരിക്കും. സോ these are the important physical properties. Okay, and usually they are used as solvents. Solvent ആയിട്ടാണ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യാറുള്ളത്. അത്ര റിയാക്റ്റീവ് അല്ല ഇവർ, അതുകൊണ്ട് they are usually used as solvents. So these are the physical properties. Chemical properties. Usually ethers are unreactive. അത്ര ഒരു റിയാക്ടിവിറ്റി ഇല്ല ഈതേഴ്സിന്, ബിക്കോസ് ദേ ഹാവ് നോ ലബൈൽ ഹൈഡ്രജൻസ്. ഒരു ആക്റ്റീവ് ഗ്രൂപ്പൊന്നുമില്ല അല്ലെ, വെറും COC എന്നുള്ള ബോണ്ടല്ലേ ഉള്ളൂ. സോ ദർ ഈസ് നോ ലബൈൽ ഹൈഡ്രജൻ, സോ ദേ ആർ നോട്ട് ഹൈലി റിയാക്റ്റീവ്. സോ ദേ ആർ യൂഷ്വലി യൂസ്ഡ് ആസ് സോൾവെൻ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ഓർഗാനിക് കെമിസ്ട്രിയിൽ സോൾവെൻറ്റിൻ്റെ പ്രത്യേകത എന്തായിരിക്കണം? ഒരു മീഡിയം പ്രൊവൈഡ് ചെയ്യാനേ പാടില്ല, അല്ലാതെ നമ്മൾ റിയാക്റ്റൻറ്റുമായിട്ടൊന്നും അത് റിയാക്ട് ചെയ്യാൻ പാടില്ല അല്ലേ? അങ്ങനെയുള്ളവരെയാണ് നമ്മൾ സോൾവെൻ്റ് ആയിട്ട് എടുക്കുക. സോ ഈതേഴ്സ് ആർ ഗുഡ് solvents in organic chemistry. However, they will undergo certain reactions and we want to study that reactions. Certain specific reactions വരുന്നുണ്ട്. Okay, and first among them is the basic properties. It show basic properties. And why it's so basic formation is why it behave as a base? Because its functional group is COC. Oxygen carries lone pairs. So lone pairs available ആയതുകൊണ്ട് തന്നെ that have a basic properties. Base ആയിട്ട് അത് ആക്ട് ചെയ്യുന്നുണ്ട്. Okay, the oxygen on either has lone pairs, so it act as a base. എന്ത് ബേസ് ആണ് നമ്മൾ അതിനെ പറയുക? ലൂയിസ് ബേസ്. എന്താ ലൂയിസ് ബേസ് എന്ന് പറഞ്ഞാൽ? the Lewis base contain lone pair of electrons. അപ്പോൾ ഇലക്ട്രോൺ ഡോണേഴ്സിനെയാണ് നമ്മൾ ലൂയിസ് ബേസ് എന്ന് പറയുന്നത്. ഇലക്ട്രോൺ ആക്സെപ്റ്റേഴ്സിനെ നമ്മൾ ലൂയിസ് ആസിഡ് എന്ന് പറയും. Electron donors are Lewis bases, electron acceptors are Lewis acids. So because of the presence of these electrons on oxygen, it is a good base. നല്ലൊരു ബേസ് ആയിട്ട് അതിനെ ആക്ട് ചെയ്യാൻ പറ്റും. So what will happen? They can combine with the acids. ഇതൊരു ബേസ് ആയതുകൊണ്ട് they can combine with the acids to form salts. സോൾട്ടുകൾ ഉണ്ടാവും. For example, നമുക്ക് ഈഥറിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം അല്ലേ? ROR. ഇറ്റ് ക്യാൻ റിയാക്ട് വിത്ത് ഇൻഓർഗാനിക് ആസിഡ്സ് ലൈക്ക് HCl. അപ്പോൾ എന്താണ് ഈ ലോൺ പെയേഴ്സ്? ഓക്കെ, ഈ ലോൺ പെയേഴ്സ് ഹൈഡ്രജനെ അബ്സ്ട്രാക്ട് ചെയ്യും. Okay, so that oxygen will abstract H+, so how we can write O or ഹൈഡ്രജനെ അബ്സ്ട്രാക്ട് ചെയ്തു അല്ലേ? ആ രണ്ട് ഇലക്ട്രോൺസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ലോൺ പെയറേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ അബ്സ്ട്രാക്ട് ചെയ്തു. സോ ഓക്സിജന് എന്ത് ചാർജ് വരും? പ്ലസ് ചാർജ് വരും. ഓക്കെ, ആൻഡ് പ്ലസ് Cl- അവിടെ നിൽക്കും അല്ലേ? ഓക്കെ, സോ ഇങ്ങനെ ഒരു ഓക്സോണിയം സോൾട്ട് ഫോം ചെയ്യും. ആൻഡ് ഇറ്റ് ഓൾസോ ഫോം കോംപ്ലക്സസ് വിത്ത് ലൂയിസ് ആസിഡ്സ്. കോംപ്ലക്സ് ഫോം ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. For example, ROR can combine with BF3. Boron trifluoride കേട്ടിട്ടില്ലേ?
ഇറ്റ് ഈസ് എ ഗുഡ് ലൂയിസ് ആസിഡ് ആണ് ബിക്കോസ് ബോറോൺ ഈസ് ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ്. BF3 ട്രയഗണൽ പ്ലാനാറാന്നൊക്കെ പഠിച്ചിട്ടില്ലേ നമ്മൾ? F 2 4 6 ഇലക്ട്രോൺസേ ഉള്ളൂ. സോ ഇറ്റ് ലാക്ക് ഓഫ് 2 ഇലക്ട്രോൺ, ഇറ്റ് ഈസ് ഇലക്ട്രോൺ ഡെഫിഷ്യൻ. സോ 2 ഇലക്ട്രോൺസിന് എവിടെയെങ്കിലും കിട്ടാൻ പറ്റുമോ എന്നാണ് നോക്കി നടക്കുന്നത്. അപ്പോൾ ഇലക്ട്രോൺ കുറവുള്ളവരെല്ലാം ലൂയിസ് ആസിഡ്, ഇലക്ട്രോൺ ഉള്ളവരെല്ലാം ലൂയിസ് ബേസ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺ കുറവുള്ളത് കൊണ്ട് തന്നെ ഇതെന്ത് ചെയ്യും? ബോറോൺ ഇലക്ട്രോൺ കിട്ടുന്നുണ്ടോ നോക്കി നടക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ ഓക്സിജൻ 2 ലോൺ പെയർ ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, ലോൺ പെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തുകൊണ്ട് ഈ ലോൺ പെയറിനെ കൊടുക്കുന്നത്? ബോണ്ട് ഇല്ലാത്തത്. ബോണ്ട് എന്ന് പറഞ്ഞു വെച്ചാൽ ഇവർ രണ്ടുപേരും ബോണ്ട് ഫോം ചെയ്തിരിക്കുകയാണ് അല്ലേ. സോ ദിസ് ഈസ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് 2 ആറ്റംസ്. ലോൺ പെയർസ് എന്നാൽ ദേ ആർ ഫ്രീ, നല്ല ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തിട്ട് ഓർബിറ്റൽ ഫ്രീ ആയി കിടക്കുകയാണ്. അവർക്ക് എങ്ങോട്ട് വേണമെങ്കിലും ചാടിപ്പോവാം. ഓക്കെ, ബോണ്ട് പെയർസിന് അത്ര പെട്ടെന്നൊന്നും ചാടിപ്പോവാൻ പറ്റില്ല. അത്ര എനർജി കിട്ടിയാൽ മാത്രമാണ് ബോണ്ട് പെയർസ് അവിടുന്ന് പോകുള്ളൂ. ഓക്കെ, ബാക്കി ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ പോവാൻ ചാൻസ് ഉള്ളവരെ ഈ ലോൺ പെയർസ് ആണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? ഈ ലോൺ പെയർസ് ബോറോണായിട്ടൊരു ബോണ്ട് ഫോം ചെയ്യുന്നത്. ഈ ലോൺ പെയർസ് ഇങ്ങോട്ടേക്ക് പോയാൽ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? ആർ ബോണ്ട് ഫോം ചെയ്തു ആരുമായിട്ട്? ബോറോണുമായിട്ട്. സോ ഓക്സിജൻ ഗെറ്റ് ദ പോസിറ്റീവ് ചാർജ് ആൻഡ് BF3 ഒരു അഡക്റ്റായിട്ട്, ബിക്ക് ഒരു നെഗറ്റീവ് ചാർജ് കൂടി കിട്ടും. സോ ഇറ്റ് ഫോംസ് ആൻ അഡക്റ്റ്. സോ ദാറ്റ് ഈസ് ഇറ്റ്സ് ഒരു കോംപ്ലക്റ്റ്. ഇങ്ങനെ ഈതറുമായിട്ടുള്ള കോംപ്ലക്സസിനെ നമ്മൾ എത്തറേറ്റ്സ് എന്നാണ് പറയുക കേട്ടോ, എത്തറേറ്റ് കോംപ്ലക്സസ്. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ ബേസിക് പ്രോപ്പർട്ടീസ്. The ethers are bases because it contains lone pairs of electrons. So they are Lewis bases എന്ന് പറയാം നമുക്ക്. അപ്പോൾ അത് ആസിഡായിട്ട് കമ്പൈൻ ചെയ്യാം. They can combine with the Lewis acids. മറ്റേ ഇനോർഗാനിക് ആസിഡുമായിട്ടും കമ്പൈൻ ചെയ്യാൻ പറ്റും, ലൂയിസ് ആസിഡുമായിട്ടും കമ്പൈൻ ചെയ്യാൻ പറ്റും. So that is about the basic properties of ethers. And the next reaction that is performed by ethers are acidic cleavage of CO bond. നമ്മൾ ഒരു ക്ലീവേജ് ഒന്നും ഇല്ലാത്തൊരു ടൈപ്പ് റിയാക്ഷൻ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാം ക്ലീവേജ് ഓഫ് CO ബോണ്ട്. അതായത് നമുക്ക് ഈതറിനെ COC എന്ന് വയ്ക്കാം അല്ലേ. അപ്പോൾ ഈ CO ബോണ്ട് ഇങ്ങനെ ക്ലീവ് ചെയ്യുന്നു, അതാണ് ഈ റിയാക്ഷൻ. ക്ലീവ് ചെയ്യുക ഇൻ ദ പ്രസൻസ് ഓഫ് സ്ട്രോങ് ആസിഡ്സ് ലൈക്ക് HI HBr ഒക്കെയാണ്. HBr നോക്കൂ, HBrൻ്റെ ഒക്കെ പ്രസൻസിൽ ഇത് ക്ലീവ് ചെയ്യും. ക്ലീവ് ചെയ്താൽ എന്താ കിട്ടുക? ഇതിവിടെ ക്ലീവ് ചെയ്താൽ ഇവിടെ ആൽക്കൈൽ ഗ്രൂപ്പ് RI കിട്ടും, അല്ലെങ്കിൽ RBr. അതെന്താണ്? ആൽക്കൈൽ ഹാലൈഡ് പ്ലസ് COH അല്ലേ, എന്താണ്? ആൽക്കഹോൾ. സോ യു വിൽ ഗെറ്റ് ആൻ ആൽക്കൈൽ ഹാലൈഡ് ആൻഡ് ആൽക്കഹോൾ അല്ലേ. നോക്കൂ, ഇവിടെ ക്ലീവ് ചെയ്തിട്ട് HIയുടെ പ്രസൻസിൽ അല്ലെങ്കിൽ HBrൻ്റെ പ്രസൻസിൽ ഇവിടെ ക്ലീവ് ചെയ്തിട്ട് ഒരു പാർട്ട് ഈ കാർബണിൻ്റെ കൂടെ പോവും, H ഈ പാർട്ടിൻ്റെ കൂടെ പോവും. സോ യു വിൽ ഗെറ്റ് ആൻ ആൽക്കൈൽ ഹാലൈഡ് ആൻഡ് alcohol. So that is the acidic cleavage of CO bond. Now how we can write it? We can represent it as R dash plus HI or HBr. So simply we can write it as HX, ഒരു alkyl halide, ഒരു ഹാലജൽ ആസിഡ് HX, HCl, HBr ഒക്കെ ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ഹീറ്റ് ഹോട്ട് കോൺസെൻട്രേറ്റഡ് HX ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നല്ല ഹോട്ടായിട്ടുള്ള കോൺസെൻട്രേറ്റഡ് HX നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇതിവിടെ ക്ലീവ് ചെയ്തിട്ട് യു വിൽ ഗെറ്റ് RX പ്ലസ് R dash OH. ഓക്കെ, ഇതാണ് റിയാക്ഷൻ. RX plus R dash OH. X may be Br, X may be Br or iodine, bromine or iodine ആയിരിക്കാം. So that is the acidic cleavage. For example, നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ഇതോക്സി ഈഥൈൻ എടുക്കുക. C2H5O C2H5, ethoxy ethane, when combined with the HI at a temperature of 373 Kelvin, what will happen? You will get C2H5 I ആ ഭാഗത്തേക്ക് പോകും. C2H5I, ദാറ്റ് ഈസ് അയഡോഈഥെയ്ൻ പ്ലസ് C2H5 ഇവിടെയാണ് ക്ലീവ് ചെയ്തത് അല്ലേ, OH, എത്തനോൾ. യു വിൽ ഗെറ്റ് അയഡോഈഥെയ്ൻ ആൻഡ് എത്തനോൾ. മനസ്സിലായോ? ഈതർ നല്ലൊരു ആസിഡിൻ്റെ പ്രസൻസിൽ CO ബോണ്ട് ക്ലീവ് ചെയ്യും. ഒരു പാർട്ട് ഒരു കാർബണിൻ്റെ അടുത്തേക്ക് പോകും, മറ്റേ പാർട്ട് ഓക്സിജൻ്റെ അടുത്ത് പോകും. സോ യു വിൽ ഗെറ്റ് കറസ്പോണ്ടിങ് അയഡോ ആൽക്കെയിൻ, ദാറ്റ് ഈസ് അയഡോ ഓർ ബ്രോമോ ആൽക്കെയിൻ പ്ലസ് കറസ്പോണ്ടിങ് ആൽക്കഹോൾ. ഓക്കെ, ഇൻ ദിസ് റിയാക്ഷൻ ഇഫ് യു ആർ യൂസിങ് എക്സസ് HI, ഇവിടെ ഒരു മോൾ HI യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ. ഇഫ് യു ആർ യൂസിങ് എക്സസ് HI, ദിസ് ആൽക്കഹോൾ വിൽ റിയാക്ട് വിത്ത് ദിസ് HI. ആൽക്കഹോൾ ഫോം ചെയ്ത ദാറ്റ് ആൽക്കഹോൾ C2
H5OH will react with the HI ആയിട്ട് റിയാക്ട് ചെയ്യും. ഓക്കെ, ദിസ് കണ്ടീഷനിൽ തന്നെ എന്തുണ്ടാവും? OH പോയിട്ട് അവിടെ I വരും, C2H5I substitution reaction plus water eliminate ചെയ്യും. Okay, so if we are using excess HI, what will happen? We will get a ഐഡോ അൽക്കെയിൻ ആണ് കിട്ടുക. ആൽക്കഹോൾ ഉണ്ടാവില്ല, കാരണം ആൽക്കഹോൾ ഉണ്ടായ ഉടനെ തന്നെ അത് HI ആയിട്ട് കമ്പൈൻ ചെയ്ത് ഇങ്ങനെ കിട്ടും. സോ ഓവറോൾ റിയാക്ഷൻ വി ക്യാൻ റെപ്രസെൻറ്റഡ് ആസ് an either C2H5O C2H5 when combined with the 2HI, 2 HI നമ്മൾ യൂസ് ചെയ്തില്ലേ. വാട്ട് വിൽ ഹാപ്പൻ? ആദ്യം ഒരു ഐഡോ അൽക്കെയിൻ ഉണ്ടാവും, ഒരു ആൽക്കഹോൾ ഉണ്ടാവും. ആ ആൽക്കഹോൾ HI ആയിട്ട് കമ്പൈൻ ചെയ്ത് വീണ്ടും ഒരു ഐഡോ അൽക്കെയിൻ ഉണ്ടാവും. സോ വി വിൽ ഗെറ്റ് 2 molecules ഓഫ് ഐഡോ ഈഥൈൻ പ്ലസ് വാട്ടർ. സോ this is the റിയാക്ഷൻ. അസിഡിക് ക്ലീവ് ചെയ്തിട്ട് അവിടെ ഐയും OH ഉണ്ടാവും. ആ OH വീണ്ടും ഒരു I ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് യു വിൽ ഗെറ്റ് ദിസ് പ്രോഡക്റ്റ്. ആൻഡ് ദ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഈസ് ഫൗണ്ട് ടു ബി HI ഗ്രേറ്റർ ദാൻ HBr ഗ്രേറ്റർ ദാൻ HCl. ഏറ്റവും നന്നായിട്ട് റിയാക്ട് ചെയ്യുക HI ആയിട്ടാണ്, ദാൻ HBr ദാൻ HCl, ബിക്കോസ് HI ഈസ് മോർ അസിഡിക്. ദിസ് ഈസ് ദ അസിഡിറ്റി ഓർഡർ. HI ആണ് HBr HClനേക്കാളൊക്കെ മോർ അയഡിക്. എന്തുകൊണ്ട് HI മോർ അയഡിക് ആയത്? ഒരു ആസിഡ് പറഞ്ഞു വെച്ചാൽ H+ റിലീസ് ചെയ്യാനുള്ള എബിലിറ്റിയാണ് അല്ലേ. നമ്മൾ HF എടുത്ത് നോക്കൂ, HCl എടുക്കൂ, HBr ആൻഡ് HI എടുത്ത് നോക്കുക. ഓക്കെ, നമുക്കറിയാം മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ഫ്ലൂറിനാണ്. അപ്പോൾ ആ 2 ഇലക്ട്രോണിനെയും ഫ്ലൂറിനാണ് കൂടുതലായിട്ട് അറ്റാക്ക് ചെയ്യുക. H+ കൂടുതൽ വിട്ടുകൊടുക്കാൻ ഇവിടെയാണ് നമ്മൾ ചിന്തിക്കുക അല്ലേ. പിന്നെ ഇത് എന്നാണ് ചിന്തിക്കുക. ബട്ട് HI ആണ് നല്ല അസിഡിക് ആയിട്ടുള്ള. കാരണം ദ ബോണ്ട് ഈസ് HI ബോണ്ട് ഈസ് വെരി വീക്കായിട്ടുള്ള ബോണ്ടാണ്. കാരണം അയഡിൻ എന്ന് പറഞ്ഞാൽ വലിയൊരു ആറ്റമാണ്, ഹൈഡ്രജൻ നമ്മൾ കുഞ്ഞി ആറ്റമാണല്ലോ. അപ്പോൾ ഇവർ തമ്മിലുള്ള ബോണ്ടിങ് എന്ന് പറയുന്നത് വളരെ വീക്കായ ബോണ്ടിങ് ആണ്. അപ്പോൾ അത്ര വീക്ക് ബോണ്ടിങ് ആയതുകൊണ്ട് തന്നെ അതിന് എന്ത് ചെയ്യും? പെട്ടെന്ന് H+ ആയിട്ട് അങ്ങോട്ട് പോയിക്കോളും. ഓക്കെ, ഇവിടെ സ്ട്രോങ് ആണ്, ഹൈഡ്രജനും ചെറുതാണ്, ഫ്ലൂറിനും ചെറുതാണ്. അപ്പോൾ രണ്ടുപേരും തമ്മിൽ ഒരേ സൈസ് ആയതുകൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ബോണ്ടിങ് ആണ് നടക്കുന്നത്. പിന്നെ നമുക്കറിയാം സൈസ് കൂടുന്തോറും ബോണ്ടിങ്ങിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞു വരും. നമുക്കറിയാമല്ലേ, സൈസ് കുറഞ്ഞവർ തമ്മിലാണ് നല്ല ബോണ്ട്. കാരണം ന്യൂക്ലിയർ അട്രാക്ഷൻ കൂടുന്നത് അല്ലേ. സൈസ് കൂടുമ്പോൾ ന്യൂക്ലിയർ അട്രാക്ഷൻ കുറയും, ദ ബോണ്ട് ബിക്കം മോർ വീക്ക്. അതുകൊണ്ട് തന്നെ HI എന്ന് പറയുമ്പോൾ ഇവിടെ വീക്ക് ബോണ്ടിങ് ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? വേഗം ഇവിടെ ഡിറ്റാച്ച് ചെയ്തിട്ട് ഇതാ എൻ്റെ അടുത്തോളൂ പറഞ്ഞിട്ട് ആ ഇലക്ട്രോണിനെ കൊടുത്തിട്ട് H+ ആയിട്ട് പോകാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. സോ ഇൻ ദിസ് റിയാക്ഷൻ HI ഈസ് a good reactant than HBr than HCl than HF. HF ആയിട്ടൊന്നും ഒരിക്കലും റിയാക്ഷൻ തരില്ല. ഓക്കെ, so that is about the symmetric, that is the cleavage of CO bond. Cleave ചെയ്യുന്നത് in the presence of adequate amount of HI or HBr, you will get a corresponding halo alkanes. iodo alkane, bromine ആണെങ്കിൽ HBr ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ബ്രോമോ alkane കിട്ടും plus water. And this is the order of reactivity and same as the order of acidity. Okay, so that is about the CO bond cleavage. അപ്പോൾ നോക്കൂ, ഇത് സിമ്മെട്രിക്കൽ ആയിട്ടുള്ളൊരു ഈതറാണ്. അപ്പോൾ എവിടെ വേണമെങ്കിലും നമുക്ക് ക്ലീവ് ചെയ്യാം. ഇവിടെ വേണമെങ്കിലും ക്ലീവ് ചെയ്യാം, ഇവിടെ വേണമെങ്കിലും ക്ലീവ് ചെയ്യാം. ഇവിടെ ക്ലീവ് ചെയ്താൽ OH I എവിടെ വരും? ഇവിടെ ക്ലീവ് ചെയ്താൽ I OH പ്രശ്നമില്ല അല്ലേ. ബട്ട് റിയാക്ഷൻ ഓഫ് അൺസിമെട്രിക്കൽ ഈതർ, വാട്ട് വിൽ ബി ദ പ്രോഡക്റ്റ്? ഫോർ എക്സാമ്പിൾ കൺസിഡർ CH3O C2H5. ഇതൊരു അൺസിമെട്രിക്കൽ ഈതറാണ് അല്ലേ. ദാറ്റ് ഈസ് റിയാക്ടിങ് വിത്ത് HI ഓർ HBr. എവിടെ ക്ലീവ് ചെയ്യണം? നമുക്ക് കൺഫ്യൂഷനായി. ഇവിടെ ക്ലീവ് ചെയ്യണോ അതോ ഇവിടെ ക്ലീവ് ചെയ്യണോ? ഓക്കെ, സോ ഇങ്ങനെ വരുമ്പോൾ വി വാണ്ട് ടു ചെക്ക് ദി ആൽക്കൈൽ ഗ്രൂപ്പ്. ഏതാണ് ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് ചെക്ക് ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ റിയാക്ഷൻ എഴുതാൻ വേണ്ടത്. ഓക്കെ, സോ ഇൻ ദ കേസ് ഓഫ് അൺസിമെട്രിക്കൽ ഈതർ വി വാണ്ട് ടു ചെക്ക് ദ ആൽക്കൈൽ ഗ്രൂപ്പ്സ്. ആൽക്കൈൽ ഗ്രൂപ്പ് ഏതാണെന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ഒന്നിനെ ആൽക്കൈൽ ഹാലൈഡും മറ്റതിനെ ആൽക്കഹോളും ആക്കിയിട്ട് എഴുതാൻ വേണ്ടത്. സോ വി ഹാവ് 2 കണ്ടീഷൻസ്. ഫസ്റ്റ് വൺ, ഇഫ് ദ ആൽക്കൈൽ ഗ്രൂപ്പ്സ് ആർ പ്രൈമറി ആൻഡ് സെക്കൻഡറി. ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് പ്രൈമറി ആണ്, മറ്റേത് സെക്കൻഡറി ആണ് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ CH3O C2H5, വൺ ഈസ് പ്രൈമറി ആൻഡ് അതർ ഈസ് സെക്കൻഡറി. സോ അങ്ങനത്തെ ഒരു ഈതറാണ് നമ്മൾ എടുക്കുന്നത് എങ്കിൽ യൂഷ്വലി ദ പ്രൈമറി ആൽക്കൈൽ ഗ്രൂപ്പ് വിൽ ഫോം ആൽക്കൈൽ അയോഡൈഡ്. അതാണ് ആൽക്കൈൽ അയോഡൈഡ് ഉണ്ടാവുക. അതായത് ഈ കേസിൽ
ഇവിടെയാണ് ക്ലീവ് ചെയ്യുക, കാരണം അപ്പോഴല്ലേ ഇവിടെ ഐ വരുള്ളൂ. അപ്പോൾ പ്രൈമറിയാണ് ആൽക്കൈൽ ഹാലൈഡ് ഉണ്ടാവുക, സെക്കൻഡറി എന്തായി മാറും, ഇത് സെക്കൻഡറി ആൽക്കൈൽ ഗ്രൂപ്പ് അല്ലേ, ആൽക്കഹോളായിട്ട് മാറും. സോ ഇഫ് ദ ആൽക്കൈൽ ഗ്രൂപ്പ്സ് ആർ പ്രൈമറി ആൻഡ് സെക്കൻഡറി, പ്രൈമറി വിൽ ഫോം ആൽക്കൈൽ അയഡൈഡ് ആൻഡ് ദ സെക്കൻഡറി വിൽ ഫോം ദി ആൽക്കഹോൾ പാർട്ട്. ഓക്കെ, ഇതാണ് വരുന്നത്. And this is because the reaction follows SN2 pathway. SN2 റിയാക്ഷൻ ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. എന്താ SN2 പറഞ്ഞാൽ? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഇവിടെ ആരാ ന്യൂക്ലിയോഫൈൽ എന്ന് പറയൂ? HI, അതിലുള്ള ഐ ആണ് ന്യൂക്ലിയോഫൈൽ. HI ഡിസോസിയേറ്റ് ചെയ്തിട്ട് H പ്ലസും I മൈനസും ആയി മാറും. ആ I മൈനസാണ് നമ്മളുടെ ആൽക്കൈൽ ഗ്രൂപ്പിനെ പോയി അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ I മൈനസ് അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ ഇവിടെ ചെല്ലുമ്പോൾ ഇയാൾ പ്രൈമറി, ഇയാൾ സെക്കൻഡറി. അപ്പോൾ എവിടെ പോയിട്ടാണ് അറ്റാക്ക് ചെയ്യുക? I മൈനസിന് എപ്പോഴും ചെറിയ ആളെടുത്ത് പോകാനായിരിക്കും അല്ലേ. എപ്പോഴും ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എവിടെയാണ് നടക്കുക? ലീസ്റ്റ് ഹിൻഡേർഡ് സൈറ്റിലാണ് നടക്കുക. സോ I മൈനസ് വിൽ പ്രിഫർ ദിസ് സൈറ്റ്. അപ്പോൾ ഇവിടെ ക്ലീവ് ചെയ്യില്ല, ഇവിടെയാണ് ക്ലീവ് ചെയ്തിട്ട് ഇവിടെ അറ്റാച്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ പ്രൈമറി ലോവർ ആൽക്കൈൽ ഗ്രൂപ്പിലേക്കാണ് ന്യൂക്ലിയോഫൈൽ പോകുന്നത്. സോ വി ക്യാൻ റൈറ്റ് ദിസ് ഇക്വേഷൻ CH3OC2H5 when react with HI. നമ്മൾ പറഞ്ഞു കൺഫ്യൂഷൻ വരെ ഇവിടെയാണോ ബ്രേക്ക് ചെയ്യുന്നത്, പക്ഷെ നമുക്കിപ്പോൾ മനസ്സിലാക്കി I മൈനസ് ആണ് ന്യൂക്ലിയോഫൈൽ, ദാറ്റ് വിൽ ഗോ ടുവേർഡ്സ് ദി ലീസ്റ്റ് ഹിൻഡേർഡ് സൈറ്റ്. അപ്പോൾ ഇവിടെ CH3 ആണ് പ്രൈമറി, ഇത് C2 എന്ന് പറയുന്നത് സെക്കൻഡറി ആണ്. അപ്പോൾ എന്താ നമുക്ക് കിട്ടുക? CH3I, അയഡോമീഥൈനും കിട്ടും. വി വിൽ ഗെറ്റ് C2H5OH, എത്തനോളും കിട്ടും. ഓക്കെ, ആൻഡ് നമ്മളിവിടെ ഹീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇഫ് വി ആർ യൂസിങ് എക്സസ് HI, ഈ C2H5OH ആ HI ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് യു വിൽ ഗെറ്റ് C2H5I പ്ലസ് H2O കിട്ടും നമുക്ക്. ഓക്കെ, ഇതാണ് റിയാക്ഷൻ വരുന്നത്. അപ്പം മനസ്സിലായില്ലേ എവിടെയാണ് ബ്രേക്ക് ചെയ്യുന്നത്? സോ നമുക്കത് മെക്കാനിസം പഠിച്ചാൽ കുറച്ചുകൂടി നന്നായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. മെക്കാനിസം ആൻഡ് മെക്കാനിസം ഫസ്റ്റ് ഇൻവോൾവ്സ്, എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു റിയാക്റ്റൻ്റ് ഉണ്ട്, നമ്മൾ യൂസ് ചെയ്യുന്നത് ആസിഡാണ്. ഓക്കെ, അപ്പോൾ ഒരു റിയാക്റ്റൻറ്റും ആസിഡ് ഉണ്ടെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് പ്രോട്ടോണേഷൻ ആയിരിക്കും എപ്പോഴും. അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ചില്ലേ ഡീഹൈഡ്രേഷൻ. അപ്പോൾ ഒരു ആസിഡിൻ്റെ പ്രസൻസിലുണ്ടെങ്കിൽ, കാരണം ധാരാളം H+ അവിടെ ഉണ്ടായിരിക്കും, സോ മോസ്റ്റ് പ്രോബബ്ലി ദ റിയാക്ഷൻ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ദി പ്രോട്ടോണേഷൻ സ്റ്റെപ്പ്. നൗ ഹൗ ക്യാൻ റൈറ്റ് ഇറ്റ്? CH3OC2H5. ഓക്കെ, സോ ദാറ്റ് ഈസ് റിയാക്ട് വിത്ത് HI ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. നമുക്കറിയാം ഓക്സിജൻ്റെ ലോൺ പെയർ ഉണ്ട്, ഈതർ നല്ലൊരു ബേസാണ്. സോ ഈ ലോൺ പെയേഴ്സിനെ ഹൈഡ്രജന് കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ ഇവിടെയുള്ള ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും അല്ലേ, ഐയിലേക്ക് പോവും. സോ വാട്ട് വിൽ ഹാപ്പൻ? വി വിൽ ഗെറ്റ് CH3O C2H5. ഈ ഹൈഡ്രജനുമായിട്ട് ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്തു, അതിൻ്റെ ഫലമായിട്ട് ഓക്സിജൻ ഒരു പോസിറ്റീവ് ചാർജ് വന്നു, പ്ലസ് I മൈനസ്. ഇവിടെ ചാർജ് ഉണ്ടോ? ഇല്ല. ഇവിടെ ചാർജ് ഉണ്ടോ? ഒരു പോസിറ്റീവിന് ഒരു നെഗറ്റീവ്, സോ എവിടെയും ചാർജില്ല. സോ ലെഫ്റ്റും റൈറ്റും ഈക്വലായി. സോ ഇതാണ്. സോ ഇതിനെ നമ്മൾ എന്താ പറയുക? പ്രോട്ടോണേറ്റഡ് ഈതർ അല്ലേ, ഒരു ഓക്സോ കാറ്റയോൺ പ്രോട്ടോണേറ്റഡ് ഈതർ നമുക്ക് കിട്ടി. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ നമുക്ക് എന്തുണ്ട് ഇവിടെ? I മൈനസ് ഇവിടെ ഉണ്ട്, I മൈനസ് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് പ്രോട്ടോണേഷൻ പറഞ്ഞിട്ട് ഓക്സോ കാറ്റയോൺ ഫോം ചെയ്തു, അതല്ലെങ്കിൽ പ്രോട്ടോണേറ്റഡ് ഈതർ ഉണ്ടായി. നെക്സ്റ്റ് സ്റ്റെപ്പ് ആരൊക്കെയാണ് നമ്മളെ സിസ്റ്റത്തിലുള്ള? I മൈനസ് അല്ലെ, HI ഡിസോസിയേറ്റഡ് I മൈനസ് ഉണ്ടായി. പിന്നെ നമ്മളുടെ പ്രോട്ടോണേറ്റഡ് ഈതർ OHC2H5 പ്ലസ്. ഓക്കെ, നമുക്കറിയാം ഈ സിസ്റ്റം അൺസ്റ്റേബിൾ ആണ്, കാരണം ഓക്സിജന് പോസിറ്റീവ് ചാർജ് ആണ്, സിസ്റ്റം അൺസ്റ്റേബിൾ ആണ്. ഇവിടുന്ന് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ 2 ഇലക്ട്രോണിനെ, ഒന്ന് ഓക്സിജൻ്റെയാണ് ഒന്ന് കാർബണിൻ്റെയാണ്, പോവാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്, കാരണം ഈ മൊത്തം ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് അല്ലേ. അല്ലെങ്കിൽ പോകാനുള്ളൊരു എളുപ്പമാണ് Hന് H+ ആയി പോകുക, അപ്പോൾ നമ്മൾ ഈതർ തന്നെയല്ലേ കിട്ടുക. അപ്പോൾ അത് സംഭവിക്കില്ല. പകരം എന്താ ചെയ്യുന്നത്? I മൈനസ് എന്ത് ചെയ്യും? I മൈനസിന് ഇവിടെ വന്നിട്ട് അറ്റാക്ക് ചെയ്യുക അല്ലേ. ഇവിടെ ഒരു CH3 ഉണ്ട്, ഇവിടെ C2H5 എന്ന് പറഞ്ഞാൽ CH2CH3. അപ്പോൾ ഇത് പ്രൈമറി കാർബൺ ആണ്, ഇത് സെക്കൻഡറി കാർബൺ ആണ്. അപ്പോൾ I മൈനസിന് നല്ല ബാക്കിലൂടെ ഇതിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, കാരണം ഇവിടെ ആരും ഒന്ന് ഹിൻഡർ ചെയ്ത് നിൽക്കുന്നില്ല. ഇവിടെ വന്നിട്ട് അറ്റാക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ നോക്കൂ, CH2CH3, ഒരു CH3 ഇവിടെ ഇങ്ങനെ തടഞ്ഞ് നിൽക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വന്ന് അറ്റാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് I മൈനസിന്. സോ ഏറ്റവും നന്നായിട്ട് ചെയ്യുക, I മൈനസ് ഈ കാർബണിനെ ഇവിടെ പിന്നിലൂടെ
ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യും. അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ കാർബൺ ഈ കൈ അഴച്ചു വിടുന്നു, ഓക്സിജന് കൊടുക്കുന്നു ഇലക്ട്രോണിനെ അല്ലേ. അപ്പോൾ ആൽക്കഹോൾ അവിടുന്ന് ഡിറ്റാച്ച് ചെയ്ത് പോകുന്നു. സോ നമുക്ക് എന്ത് കിട്ടും? നമുക്കവിടെ CH3 ആയി. ഇതാണ് റേറ്റ് ഡിറ്റർമിനൻറ്റ് സ്ലോ സ്റ്റെപ്പാണ് കേട്ടോ. മെല്ലെ ഇയാൾ വന്ന് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു, അതാണ് സ്ലോ സ്റ്റെപ്പ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? CH3 ആയി. കാരണം ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്തു, I- ഒരു ഇലക്ട്രോണിനെ കൊടുത്തിട്ട് ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്തു. ആൻഡ് നെറ്റ് എഫക്റ്റ് എന്താ? ഈ 2 ഇലക്ട്രോണിന് ഈ ഓക്സിജന് കിട്ടി. അപ്പോൾ അതിൻ്റെ ഒന്ന് ഓക്സിജൻ്റെ ആണ്, ഒന്ന് എക്സ്ട്രാ കിട്ടിയത് കൊണ്ട് ചാർജ് മൈനസ് ചെയ്തു. യു വിൽ ഗെറ്റ് C2H5OH. കിട്ടിയില്ലേ? ഓക്കെ, നോക്കൂ. സോ നമുക്ക് കിട്ടി മീത്തൈൽ അയഡൈഡ് ആൻഡ് എത്തനോൾ. എന്തുകൊണ്ട് ഈത്തൈൽ അയഡൈഡ് കിട്ടിയില്ല? കാരണം സെക്കൻഡറി ആണ്. സോ ദ I- വിൽ അറ്റാക്ക് ദ ലീസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് കാർബൺ. ലീസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് കാർബണിനാണ് എപ്പോഴും ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യുക. അപ്പോൾ 2 പോസിബിലിറ്റി ഉണ്ട്. ഇവിടെയും അറ്റാക്ക് ചെയ്യാം, അപ്പോൾ നമുക്ക് മെത്തനോളാണ് കിട്ടുക. ഇവിടെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്തനോളാണ് കിട്ടുക. അപ്പോൾ I- എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ലീസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് കാർബൺ ആണ്. കാരണം ഒരു പിന്നിലൂടെ വന്ന് മറ്റേത് അങ്ങനെയാണല്ലോ നമ്മൾ SN1 ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ഒക്കെ പഠിച്ചിട്ടില്ലേ? ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്ത് ഇവിടെ ഇതിലൂടെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് മീത്തൈൽ അയഡൈഡും എത്തനോളും കിട്ടിയത്. സോ ദാറ്റ് ഈസ് ദ സ്റ്റെപ്പ് 2. ഇവിടെ റിയാക്ഷൻ കംപ്ലീറ്റ് ആയി. പക്ഷേ ഇഫ് യു ആർ യൂസിങ് എക്സസ് HI, വീണ്ടും കുറച്ച് HI ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ദിസ് എത്തനോൾ വിൽ റിയാക്ട് വിത്ത് HI. So if there is excess HI, what will happen? This C2H5OH ഉണ്ടായ ആ എത്തനോള് HI ആയിട്ട് കമ്പൈൻ ചെയ്യും അല്ലേ. അപ്പോൾ എങ്ങനെ HI ആയിട്ട് കമ്പൈൻ ചെയ്യുക? ഈ ഓക്സിജൻ്റെ ലോൺ പെയേഴ്സ് Hനെ അബ്സ്ട്രാക്ട് ചെയ്യും. ദാറ്റ് ഈസ് പ്രോട്ടോണേറ്റഡ് എത്തനോൾ ഉണ്ടാവും. C2H5O, ഇത് ആദ്യമുള്ള H, ദെൻ പിന്നുണ്ടായ അബ്സ്ട്രാക്ട് ചെയ്ത H, ഓക്സിജന് പ്ലസ് ചാർജ് വരും, I- അവിടെ വരും. സോ ദിസ് ഈസ് പ്രോട്ടോണേറ്റഡ് എത്തനോൾ അല്ലേ. പ്രോട്ടോണേറ്റഡ് എത്തനോൾ ഉണ്ടാവും. ഓക്കെ, ദെൻ I- അവിടെ ഫ്രീ ആയി നിൽക്കുന്നുണ്ട്. ഇവിടെ നമ്മളുടെ പ്രോട്ടോണേറ്റഡ് എത്തനോൾ ഉണ്ട്, CH3CH2OH H+ അല്ലേ. എന്ത് ചെയ്യും? I- പോയിട്ട് അറ്റാക്ക് ചെയ്യണം. I- എന്ത് ചെയ്യും? ഈ CH2നെ പോയി അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഇവിടുന്ന് ഓക്സിജൻ അതിൻ്റെ ഇലക്ട്രോണിയും കൊണ്ട് പോവും. യു വിൽ ഗെറ്റ് CH3CH2I + H2O. Okay, so excess ഇല്ലെങ്കിൽ we will get the product CH3I + C2H5OH. If there is excess HI, what will happen? വീണ്ടും പ്രോട്ടോണേഷൻ നടക്കും. HI കൂടുതലല്ലേ, അപ്പോൾ കുറേ H+ ഉണ്ടായിരിക്കും, പ്രോട്ടോണേഷൻ നടക്കും. അപ്പോൾ I- വീണ്ടും ഇതിനെ വന്ന് അറ്റാക്ക് ചെയ്ത് നമുക്ക് ഒരു മോളിക്യൂൾ അയഡോ മീത്തൈനും കിട്ടും, ഒരു മോളിക്യൂൾ അയഡോ ഈത്തൈനും കിട്ടും. സോ ദാറ്റ് ഈസ് വിത്ത് അൺസിമെട്രിക്കൽ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. അൺസിമെട്രിക്കൽ ഈതേഴ്സ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രൈമറി ആൽക്കൈൽ ഹാലൈഡാണ് ഉണ്ടാവുക. കാരണം I- പ്രൈമറിയെ പോയിട്ടാണ് അറ്റാക്ക് ചെയ്യുക. ഓക്കെ, ദെൻ എക്സസ് ഉണ്ടെങ്കിൽ ആ സെക്കൻഡറിയും പോയിട്ടും അറ്റാക്ക് ചെയ്യും ത്രൂ ദിസ് സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. സോ ഇൻ സിമെട്രിക്കൽ ആണെങ്കിൽ ഒന്നും പ്രശ്നമില്ല, ഒരു ഭാഗത്ത് OH ഒരു ഭാഗത്ത് I ഇട്ട് കൊടുത്താൽ മതി. അൺസിമെട്രിക്കൽ ആണെങ്കിൽ എവിടെ I എവിടെ OH ഇടണമെന്ന് തീരുമാനിക്കേണ്ടത് നേരെ നോക്കുക. പ്രൈമറി ആണെങ്കിൽ അവിടെ I ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഇവിടെ OH ഇട്ട് കൊടുക്കുക. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദി ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് വെൻ ആൽക്കിൽ ഗ്രൂപ്പ്സ് ആർ ഐദർ പ്രൈമറി ഓർ സെക്കൻഡറി. ഓക്കെ, എന്നാൽ നമുക്ക് അടുത്ത കണ്ടീഷൻ നോക്കാം. വെൻ വൺ ഓഫ് ദ ആൽക്കിൽ ഗ്രൂപ്പ് ഈസ് ടേർഷ്യറി ആണ് വിചാരിച്ചോളൂ. വെൻ ഓഫ് ദ ആൽക്കിൽ ഗ്രൂപ്പ് ഈസ് ടേർഷ്യറി, അപ്പം എന്താണ് പ്രോഡക്റ്റ് കിട്ടുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വെൻ വൺ ഓഫ് ദ ആൽക്കിൽ ഗ്രൂപ്പ് ഈസ് ടേർഷ്യറി, അപ്പം ശ്രദ്ധിക്കേണ്ടത് ടേർഷ്യറി ആൽക്കിൽ ഗ്രൂപ്പിൻ്റെ കൂടെയാണ് I- പോവുക. നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ വന്നത്. ഇതിൽ പറഞ്ഞു പ്രൈമറിയും സെക്കൻഡറിയും ആണെങ്കിൽ പ്രൈമറിയിലേക്കാണ് പോവുക. ബട്ട് വെൻ വൺ ഓഫ് ദ ആൽക്കിൽ ഗ്രൂപ്പ് ഈസ് ടേർഷ്യറി, ദാറ്റ് യൂഷ്വലി ഫോം ടേർഷ്യറി ആൽക്കിൽ ഹാലൈഡ്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ വന്നു? ഇവിടെ ടേർഷ്യറിയുടെ അടുത്ത് ലീസ്റ്റ് ഹിൻഡേർഡ് അല്ല അല്ലേ, മോസ്റ്റ് ഹിൻഡേർഡ് സൈറ്റിലേക്കാണ് I- പോകുന്നത്. വൈ? അത് നമുക്ക് ഒന്നുകൂടി നോക്കി നോക്കാം. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ടേർഷ്യറി ആയ ഒരു ഗ്രൂപ്പ് മോളിക്യൂളിനെ നമ്മളിവിടെ എഴുതാണ് CH3O, CH3 CH3 CH3O CH3. ഇതേതാ ഇതിൻ്റെ പേര് പറയൂ, കോമൺ നെയിം ഇതെന്താണ്? ടെർഷ്യറി ബ്യൂട്ടൈൽ ഗ്രൂപ്പാണല്ലേ. ടെർട്ട് ബ്യൂട്ടൈൽ മീത്തൈൽ ഈതർ. IUPAC പറയുമ്പോൾ എങ്ങനെയാണ്? മെതോക്സി
ആൽക്കെയിൻ ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ ആൽക്കെയിൻ ഗ്രൂപ്പ് എടുത്ത് 1 2 3 മെതോക്സി പ്രൊപ്പെയിൻ ആണ്. അതിൽ 2-ലൊരു മെതോക്സി ഗ്രൂപ്പ് ഉണ്ട്, 2-ലൊരു മീത്തൈൽ ഗ്രൂപ്പ് ഉണ്ട്. സോ വാട്ട് ഇസ് ദ നെയിം? 2-methoxy 2-methyl propane. What is 2-methoxy 2-methyl propane when treated with HI ആയിട്ട് റിയാക്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് ഇവിടേക്ക് പോകുന്നതായിരുന്നു അല്ലേ? പക്ഷേ ഇവിടെ നേരെ തിരിഞ്ഞു വന്നു. യു വിൽ ഗെറ്റ് ടെർഷ്യറി ബ്യൂട്ടൈൽ ഹാലൈഡ് അയഡൈഡ് ആണ് കിട്ടുക. CH3C CH3 ഐയും കിട്ടും, പ്ലസ് മെത്തനോളാണ് കിട്ടുക. നമ്മൾ നേരത്തെ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് വന്നു അല്ലേ? ഇവിടെ I- എവിടെ പോയിട്ട് അറ്റാക്ക് ചെയ്ത? മോസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡിൽ പോയിട്ടാണ് അറ്റാക്ക് ചെയ്തത്. ആൻഡ് വൈ ദിസ് ക്യാൻ ബി എക്സ്പ്ലെയിൻ ഓൺ ദി ബേസിസ് ഓഫ് ദി മെക്കാനിസം. ഇവിടെ നമുക്ക് മെക്കാനിസം കുറച്ച് വ്യത്യാസമുണ്ട്. സോ ജസ്റ്റ് വി ക്യാൻ ഗോ ത്രൂ ദി മെക്കാനിസം. ഓക്കെ, ഫസ്റ്റ് വൺ സ്റ്റെപ്പ് 1ൽ എന്താ ഉള്ളത്? നമ്മുടെ അടുത്ത് ഈതറും ഉണ്ട്, ആസിഡും ഉണ്ട്. അപ്പോൾ എന്തായിരിക്കും ഫസ്റ്റ് സ്റ്റെപ്പ്? എപ്പോഴും ആസിഡ് ഉണ്ടെങ്കിൽ ദാറ്റ് കണ്ടെയ്ൻ H+ അയോൺ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് നോ ഡൗട്ട് വാട്ട് ഈസ് ദാറ്റ്? പ്രോട്ടോണേഷൻ. ഫസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും പ്രോട്ടോണേഷൻ ആയിരിക്കും. ഓക്കെ, സോ ഹൗ വി ക്യാൻ റെപ്രസെൻറ്റ് ഇറ്റ്? വി ഹാവ് ദ മോളിക്യൂൾ CH3 CH3O CH3 പ്ലസ് HI ഉണ്ട് അല്ലേ നമുക്ക്? സോ ഈ ഓക്സിജൻ ലോൺ പെയർസ് ഉണ്ട്, നല്ലൊരു ബേസാണ് ഓക്സിജൻ. HIയിൽ നിന്നുള്ള ഹൈഡ്രജനെ അബ്സ്ട്രാക്ട് ചെയ്യും. എന്തുകൊണ്ടാണ് പറ്റിയത്? ഇത് സ്ട്രോങ് ആസിഡാണ്. ഈ ബോണ്ട് ഭയങ്കര വീക്ക് ആയതുകൊണ്ട് H+നെ പെട്ടെന്ന് അബ്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ വി വിൽ ഗെറ്റ് പ്രോട്ടോണേറ്റഡ് ഈതർ കിട്ടും നമുക്ക്. CH3 CH3O H ഇവിടെ ജോയിൻ ചെയ്തു. ഇവിടെ ബാക്കിയുള്ള CH3 ഉണ്ട്. അപ്പോൾ ഓക്സിജന് പ്ലസ് ചാർജ് വന്നു അല്ലേ? ഓക്കെ, പ്ലസ് I- പ്രോട്ടോണേറ്റഡ് ഈതർ. ഇത് നേരത്തെയും അതേ സ്റ്റെപ്പ് തന്നെയാണ്, ഇപ്പോഴും അതേ സ്റ്റെപ്പ്. പ്രോട്ടോണേഷൻ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ പ്രോട്ടോണേഷൻ നടന്ന് നമുക്ക് പ്രോട്ടോണേറ്റഡ് ഈതർ കിട്ടി. ഓക്കെ, നൗ വി ക്യാൻ ചെക്ക് വാട്ട് ഈസ് ദ സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 2ൽ ആരാ ഉള്ളത് നമ്മുടെ കയ്യിൽ? CH3 CH2 sorry not CH3 CH3 ടെർഷ്യറി ബ്യൂട്ടൈൽ ഈതറാണ്. OH പ്രോട്ടോണേഷൻ നടന്നു, ഇവിടെ പ്ലസ് ചാർജ് വന്നു. ഓക്കെ, ഇതാണ് നമ്മളുടെ ആൾ അല്ലേ? ഓക്കെ, ഇനി സ്റ്റെപ്പ് 2ൽ പിന്നെ I- ഈ സിസ്റ്റത്തിലുണ്ട്. I- വന്ന് അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വന്നിട്ടാണ് അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ഒരിക്കലും ഇല്ല. പക്ഷേ അങ്ങനെ I- വരുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യും? ഈ മോളിക്യൂളൊന്ന് റീഅറേഞ്ച് ചെയ്യും. ഇവിടെ കണ്ടു 2 ഇലക്ട്രോൺ ഉണ്ടല്ലോ. ഈ മോളിക്യൂൾ പറയും ഈ ഇലക്ട്രോണിനോട് ഓക്സിജനോട് ഈ ഇലക്ട്രോണിനെയും കൊണ്ട് പൊയ്ക്കോളാൻ പറയും. എന്തുകൊണ്ടാണ് പൊയ്ക്കോളാൻ പറയുന്നത്? അപ്പോൾ ഇവിടെ ഉണ്ടാകുന്നത് ഈ പ്ലസ് ചാർജ് നേരെ ഈ കാർബണിലേക്ക് വരും, പ്ലസ്. സോ ഇറ്റ് ബിക്കം എ ടെർഷ്യറി കാർബോകാറ്റയോണായി മാറും. ടെർഷ്യറി കാർബോകാറ്റയോൺ വളരെ സ്റ്റേബിളാണ്. ഇപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് ഉള്ളത് ഓക്സിജനിലാണ്. ഈ മോളിക്യൂൾ ഇങ്ങോട്ട് എലിമിനേറ്റ് ചെയ്ത് പോയാൽ, അതായത് CH3OH പോകണമെങ്കിൽ ഈ കാർബൺ അതിൻ്റെ ഇലക്ട്രോണിനെ വിട്ട് കൊടുക്കണം അല്ലേ? ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം. ഷിഫ്റ്റ് ചെയ്താൽ ദാറ്റ് വിൽ എലിമിനേറ്റ് CH3OH, മെത്തനോൾ എലിമിനേറ്റ് ചെയ്തിട്ട് യു വിൽ ഗെറ്റ് എ ടെർഷ്യറി കാർബോകാറ്റയോൺ. അപ്പോൾ I- വരുന്നതിന് മുന്നേ തന്നെ ദിസ് മോളിക്യൂൾ വിൽ അണ്ടർഗോ സച്ച് റിയാക്ഷൻ. വാട്ട് വിൽ ഹാപ്പൻ? CH3 ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. ദാറ്റ് മീൻസ് ഹിയർ ഇറ്റ് ബിക്കം സിക്ക് പോസിറ്റീവ് ചാർജ് വന്നു, പ്ലസ് CH3OH അവിടുന്ന് എലിമിനേറ്റ് ചെയ്തു, മെത്തനോൾ അവിടുന്ന് എലിമിനേറ്റ് ചെയ്ത് പോയി. കാരണം ഇപ്പോൾ ഉണ്ടായ കാർബോകാറ്റയോൺ ഹൈലി സ്റ്റേബിളാണ്, പ്ലസ് ആണ്. കാരണം എന്താണ്? ഹൈപ്പർ കോൺജുഗേഷനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇതിനെ സ്റ്റെബിലൈസ് ചെയ്യാം, ഈ CH3 ഗ്രൂപ്പിന് സ്റ്റെബിലൈസ് ചെയ്യിക്കാം, ഈ CH3 ഗ്രൂപ്പ്. സോ ടോട്ടൽ 9 റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് ഇതിന് പോസിബിൾ ആണ്. റെസൊനേറ്റിംഗ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു വെച്ചാൽ പല രൂപത്തിൽ നിൽക്കാൻ കഴിയുക. അപ്പോൾ എന്താണ്? ഒരാൾക്ക് തന്നെ പല രൂപത്തിൽ നിൽക്കാൻ കഴിയുമ്പോൾ എന്താണ്? അയാളുടെ സ്റ്റെബിലിറ്റി കൂടും അല്ലേ? ഓരോ കാര്യത്തിൽ നിന്ന് അയാൾക്ക് എസ്കേപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. സോ പല രീതിയിൽ നിൽക്കാൻ കഴിയുമ്പോൾ സ്റ്റെബിലിറ്റി കൂടും. സോ 9 റെസൊനേറ്റിംഗ് പോസിബിൾ ആണ് ഇതിന്. സോ ദർഫൈ ഇറ്റ് ഈസ് ഹൈലി സ്റ്റേബിൾ. അപ്പോൾ I- കാത്തു നിൽക്കേണ്ട ഒരാവശ്യമില്ല ഈ മോളിക്യൂളിന്. ഈ മോളിക്യൂൾ എന്ത് പറയും? CH3OH പോയിക്കോളാൻ പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ സ്റ്റേബിളായിട്ട് ഇങ്ങനെ നിൽക്കും, ടെർഷ്യറി കാർബോകാറ്റയോൺ ആയിട്ട് സ്റ്റേബിളായിട്ട് നിൽക്കും. അപ്പോൾ അതാണ് സ്റ്റെപ്പ് 2. സോ ദാറ്റ് ഈസ് സ്റ്റെപ്പ് 2, ഫോർമേഷൻ ഓഫ് ദി കാർബോകാറ്റയോൺ അവിടെ ഫോം ചെയ്തു. ഓക്കെ,
ഓക്കെ, സോ സ്റ്റെപ്പ് 2 ഒരു കാർബോ കാറ്റയോൺ ഫോർമേഷനാണ് നടക്കുന്നത്. സോ സ്റ്റെപ്പ് 2 ഈസ് ദ കാർബോ കാറ്റയോൺ ഫോർമേഷൻ. ഓക്കെ, സോ ഇപ്പം ഇനി നമ്മുടെ സിസ്റ്റത്തിൽ ആരൊക്കെയാണ് ഉള്ളത്? ഒരു കാർബോ കാറ്റയോൺ ഉണ്ട്, പിന്നെ I-, ഫസ്റ്റ് സ്റ്റെപ്പിലുള്ള I- ഉണ്ട് അല്ലേ. അപ്പോൾ I- വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഈ മോളിക്യൂൾ കാർബോ കാറ്റയോൺ ഉണ്ടാക്കും, ബിക്കോസ് ദ കാർബോ കാറ്റയോൺ ഈസ് മോർ സ്റ്റേബിൾ. ദെൻ I- അടുത്ത് വരുമ്പോൾ ഇയാൾ ചിന്തിക്കും, കാരണം I- ആയിട്ട് കമ്പൈൻ ചെയ്ത് കൈ പിടിച്ച് നിൽക്കുകയാണെങ്കിൽ അതൊരു ന്യൂട്രൽ മോളിക്യൂളായി മാറും അല്ലേ. ന്യൂട്രൽ മോളിക്യൂൾസ് ആർ ഓൾവേസ് മോർ സ്റ്റേബിൾ ദാൻ ചാർജ്ഡ് മോളിക്യൂൾ. ചാർജ്ഡ് മോളിക്യൂളിനേക്കാൾ സ്റ്റേബിളാണ് ന്യൂട്രൽ. അപ്പോൾ I- വരുമ്പോൾ വന്നോളൂ പറയും, കൈ പിടിച്ച് നിൽക്കും. സോ യു വിൽ ഗെറ്റ് ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡ് കിട്ടും. ഓക്കെ, സോ ഇവിടെ ഫാസ്റ്റായിട്ടാണ് നടക്കുക. I- വരുമ്പോൾ വേഗം വന്നിട്ട് ഇവിടെ ജോയിൻ ചെയ്യും. പക്ഷേ ഇവിടെ നോക്കൂ, അത് സ്ലോ ആയിട്ടാണ് നടക്കുന്നത്. സോ റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്ന സ്റ്റെപ്പ് ഇതാണ്. റേറ്റ് ഡിറ്റർമിൻ സ്റ്റെപ്പ് ഇസ് ദ ഫോർമേഷൻ ഓഫ് കാർബോ കാറ്റയോൺ. എന്നിട്ട് ആ കാർബോ കാറ്റയോണിലേക്ക് ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യുക ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ആൻ SN1. ഓക്കെ, SN1 ആണ് ഇവിടെ റിയാക്ഷൻ. വാട്ട് ഈസ് ദാറ്റ്? ബൈ മോളിക്യൂളർ അല്ല, യൂണിമോളിക്യൂൾ. കാരണം സ്ലോ സ്റ്റെപ്പ്, ഈ സ്റ്റെപ്പിൽ ഇത് മാത്രമല്ല ആക്ട് ചെയ്യുന്നുള്ള ഒരൊറ്റ മോളിക്യൂളേ ഉള്ളൂ. സോ ഇറ്റ് ഈസ് യൂണിമോളിക്കുലർ. പിന്നെ അതിലേക്ക് ന്യൂക്ലിയോഫൈൽ വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ദ സ്റ്റെപ്പ് 2 ഈസ് SN1. ഹിയർ ദ സ്റ്റെപ്പ് 2 ഈസ് SN2. രണ്ട് മോളിക്യൂളും I- ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്ത് മറ്റേത് പോകുന്നു. ഇവിടെ SN1 ആയതുകൊണ്ട് ടെർഷ്യറി കാർബോ കാറ്റയോൺ ഉണ്ടാവും, പിന്നെ I-. അതുകൊണ്ടാണ് നമുക്കിവിടെ ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡ്. നമ്മൾ ചിന്തിച്ചു എങ്ങനെയാണ് ഇപ്പോൾ I- പോയിട്ട് ഇങ്ങനെ മോസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് കാർബണിനെ അറ്റാച്ച് ചെയ്തതെന്ന് അല്ലേ. കാരണം ദാറ്റ് ഈസ് ഡ്യൂ ടു ദാറ്റ് മെക്കാനിസം, SN1 മെക്കാനിസം ആയതുകൊണ്ട് ഒരു കാർബോ കാറ്റയോൺ ഫോം ചെയ്യുന്നു. കാർബോ കാറ്റയോൺ എപ്പോഴും ടെർഷ്യറിയാണ് ഫോം ചെയ്യുക. സോ ദിസ് ഈസ് ദ റിയാക്ഷൻ. മനസ്സിലായി മക്കളെ? അപ്പോൾ ഇഫ് ദ ഈതർ ഈസ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ആണെങ്കിൽ പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ആണ് ഉണ്ടാവുക. ഇഫ് ഇറ്റ് ഈസ് പ്രൈമറി ആൻഡ് tertiary alkyl halide ആണ്. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് tertiary ആൻഡ് സെക്കൻഡറി ആണെങ്കിലും tertiary alkyl halide ആണ് ചാൻസ്. ഓക്കെ, സോ പ്രൈമറി സെക്കൻഡറി വരുമ്പോൾ എപ്പോഴും നിങ്ങൾ പ്രൈമറി alkyl halide എഴുതുക. പ്രൈമറിയും tertiary ആണെങ്കിൽ tertiary alkyl halide. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദി രണ്ടെണ്ണം പഠിച്ചു നമ്മൾ. പ്രൈമറി സെക്കൻഡറി ഉള്ള കേസ്, ദെൻ പ്രൈമറിയും tertiary ഉള്ള കേസ്. ആൻഡ് ദ C ഈസ് അറൈൽ ഈതേഴ്സ്. ഒരാൾ അറൈൽ ഗ്രൂപ്പാണ് വിചാരിച്ചോളൂ. അപ്പം എന്താണ് കിട്ടുക? അറൈൽ ഈതേഴ്സ്. ഫോർ എക്സാമ്പിൾ CH3O C6H5. ഇതാരാണ്? ഫിനൈൽ മീഥൈൽ ഈതർ. ഇവരുടെ കേസിലാണ് എവിടെ നമുക്ക് ക്ലീവ് ചെയ്യണമെന്ന് നമുക്ക് തീരുമാനിക്കേണ്ടത്. സോ ദാറ്റ് ഈസ് ദ തേർഡ് കേസ്. ഓക്കെ, ഇതൊരു അറൈൽ ഈതറാണ്, കാരണം വൺ ഓഫ് ദ ഗ്രൂപ്പ് ഈസ് അറൈൽ ഗ്രൂപ്പ്. ഇവിടെയും C6H5 ആണെങ്കിൽ നമുക്ക് ഡൗട്ട് ഇല്ല, ഒന്ന് C6H5I ഒന്ന് C6H5OH എന്ന് എഴുതാം അല്ലേ. പക്ഷേ ഇവിടെ ഡിഫറെൻ്റ് ആണ്, അൺസിമെട്രിക്കൽ ആണ് അല്ലേ. സോ വാട്ട് വിൽ ബി ദ പ്രോഡക്റ്റ്? ഇങ്ങനെ വരുമ്പോൾ എപ്പോഴും നിങ്ങൾ എഴുതേണ്ടത് യു വിൽ ഗെറ്റ് ദ പ്രോഡക്റ്റ് ഫിനോൾ. ഇവിടെയാണ് ക്ലീവ് ചെയ്യുക. ദ ക്ലീവേജ് വിൽ ടേക്ക് പ്ലേസ് ഹിയർ. ആൻഡ് വാട്ട് വിൽ ബി ദ പ്രോഡക്റ്റ്? അവിടെയാണ് CH3I ഫോം ചെയ്യുക പ്ലസ് C6H5OH. ഇയാളുടെ പേരെന്താ? കോമൺ നെയിം എന്താ? ഫിനൈൽ മീഥൈൽ ഈതറിനെ നമ്മൾ പറയുന്ന പേരാണ് അനിസോൾ. ഓക്കെ, സോ ഫിനോളാണ് നമുക്ക് കിട്ടുക. കാരണം ഇവിടെ അല്ല ബ്രേക്ക് ചെയ്തത്, ഇവിടെയാണ് ബ്രേക്ക് ചെയ്തത്. വൈ ബ്രേക്കിംഗ് ഒക്കേഴ്സ് ഹിയർ? ദാറ്റ് വി ക്യാൻ എക്സ്പ്ലെയിൻ ഓൺ ദ ബേസിസ് ഓഫ് ദി മെക്കാനിസം. നമുക്ക് മെക്കാനിസം നോക്കി നോക്കാം. അപ്പോൾ നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. മെക്കാനിസം ആദ്യം എന്താ ചെയ്യുന്നത് പറയൂ. സ്റ്റെപ്പ് 1 എന്താണ്? ഒരു ഈതർ ഉണ്ട്, ആസിഡ് ഉണ്ട്. സോ സ്റ്റെപ്പ് 1 മസ്റ്റ് ബി പ്രോട്ടോണേഷൻ നടക്കും. ഹൗ വി ക്യാൻ റെപ്രസെൻറ്റ്? CH3O C6H5 പ്ലസ് HI. ഓക്സിജൻ്റെ ലോൺ പെയേഴ്സ് പോയിട്ട് ഹൈഡ്രജൻ അബ്സ്ട്രാക്ട് ചെയ്യും. അപ്പോൾ ഈ ഇലക്ട്രോൺസ് ഐയുടെ കൂടെ പോവും. സോ യു വിൽ ഗെറ്റ് പ്രോട്ടോണേറ്റഡ് ഈതർ OH C6H5. ഓക്സിജൻ ഒരു പ്ലസ് ചാർജ് വരും, പ്ലസ് I-. ഓക്കെ, നൗ സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് തന്നെയാണ്. SN2 റിയാക്ഷൻ തന്നെയാണ് ന്യൂക്ലിയോഫിലിക് അറ്റാക്ക്. ന്യൂക്ലിയോഫൈൽ പോയിട്ട് അറ്റാക്ക് ചെയ്യുന്നു അല്ലേ. സോ ആരെവിടെ ഉള്ളത്? I- ഉണ്ട്, അത് അറ്റാക്ക് ചെയ്യാൻ പോലുമാണ് ആരെ? CH3OH പ്ലസ് C6H5. ഓക്കെ, I- ഇതിനെ പോയി അറ്റാക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇയാളെ പോയിട്ട് അറ്റാക്ക് ചെയ്യാം. ഓക്കെ, ആരെ പോയിട്ടാണ് അറ്റാക്ക് ചെയ്യേണ്ടത് എന്നാണ് നോക്കണം. നമുക്ക് മനസ്സിലായി ഇവിടെയല്ല ഒരിക്കലും ബ്രേക്ക് ചെയ്യേണ്ടത്, ഇവിടെയാണ് ബ്രേക്ക് ചെയ്ത് പോകുന്നത് അല്ലേ. ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ 3 തിങ്സ്. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഇവിടെ കാർബൺ, ഇവിടെ ഒരു കാർബൺ ഉണ്ട്, ഇവിടെ ഒരു കാർബൺ ഉണ്ട് അല്ലേ.
this aryl carbon is sp2 carbon and this is sp3 carbon. So aryl carbon sp2 carbon is more electronegative than sp3 carbon. അപ്പോൾ നോക്കൂ, ഈ കാർബൺ ആണ് മോർ ഇലക്ട്രോനെഗറ്റീവ്. ഇവിടെ ആരാ നിൽക്കുന്നത്? ഓക്സിജൻ. അപ്പോൾ ഓക്സിജന് കിടപിടിക്കാൻ പറ്റിയ ഒരാളാണ് ഈ കാർബൺ, കാരണം ഇത് sp2 ആണ്, ഇവിടെ ഈ Cu ആണ്. അപ്പോൾ ഈ ഓക്സിജനും ഈ കാർബണും ഏകദേശം ഒരു ഇലക്ട്രോനെഗറ്റിവിറ്റി ആയത് കാരണം ഈ ബോണ്ട് നല്ല സ്ട്രോങ് ആയിരിക്കും, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടാതെ ഈ 2 ഇലക്ട്രോൺ ഇവിടെ ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയി നിൽക്കും. ഓക്കെ, ബട്ട് ഈ കേസിൽ വരുമ്പോൾ ഈ കാർബൺ ലെസ് ഇലക്ട്രോനെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഈ CH3O എന്നുള്ള ബോണ്ട് വീക്കായി, ഈ ബോണ്ട് എന്തായിരിക്കും? വീക്കായി മാറി. ഓക്കെ, അപ്പോൾ ഇവിടെയല്ല ബ്രേക്ക് ചെയ്യുന്നത്, ഇവിടെയാണ് ബ്രേക്ക് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം ഇത് വീക്കാണ് അല്ലേ? അതിൻ്റെ റീസൺസ് ആണ് പറഞ്ഞത്. ഫസ്റ്റ് പറഞ്ഞത് അറൈൽ കാർബൺ ഈസ് sp2 ഹൈബ്രിഡൈസ്ഡ്, ദിസ് കാർബൺ ഈസ് sp3 ഹൈബ്രിഡൈസ്ഡ്. അറൈൽ കാർബൺ sp2 ഹൈബ്രിഡൈസ് കാർബൺ എന്ന് പറയുന്നത് അത് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലുള്ളതാണ്, ഇത് കുറച്ചുകൂടി ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവാണ്. അപ്പോൾ ഈ ബോണ്ട് വളരെ സ്ട്രോങ് ആയി മാറും. രണ്ടുപേരും ഏകദേശം ഒരേ സ്വഭാവമുള്ളതായതുകൊണ്ട് സ്ട്രോങ് ബോണ്ടായിരിക്കും, അതുകൊണ്ട് ഒരിക്കലും ഇവിടെ ക്ലീവേജ് നടക്കില്ല. ദെൻ അനദർ റീസൺ ഈസ്, നമുക്കറിയാം അറൈൽ ഗ്രൂപ്പ് ഇങ്ങനെ ഇതാണ് ബാക്കി CH3 എന്നുള്ളത് അല്ലേ? ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ദർ ഈസ് എ പോസിബിലിറ്റി ഓഫ് റെസണൻസ് സ്റ്റെബിലൈസേഷൻ. ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ നെറ്റ് എഫക്റ്റ് ഇവിടെ ഒരു ഡബിൾ ബോണ്ട് വരുന്നുണ്ട് അല്ലേ? നമ്മൾ റെസണൻസ് ഒക്കെ പഠിച്ചില്ല, ഇവിടെ മൈനസ് പിന്നെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. സോ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് കൂടി വരാനുള്ള ചാൻസ് ഉണ്ട്. ദർ ഈസ് എ ഡബിൾ ബോണ്ട് ഇൻ അറൈൽ കാർബൺ ഓക്സിജൻ ബോണ്ട്. അപ്പോൾ നോക്കൂ, അപ്പോഴും ഇത് സ്ട്രോങ് ആയി. ഡബിൾ ബോണ്ട് വന്നു വെച്ചാൽ ഇതിനൊരിക്കലും ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല അല്ലേ? അതുകൊണ്ട് ഒരിക്കലും ഇവിടെ ക്ലീവേജ് നടക്കില്ല. ദെൻ അനദർ തേർഡ് തിങ് ഈസ്, ക്ലീവേജ് നടക്കുക പറഞ്ഞു വെച്ചാൽ I- അവിടെ പോയി അറ്റാക്ക് ചെയ്യണം. ഈ കാർബൺ അതിൻ്റെ അടുത്ത് ഇവിടെ വേറൊരു കാർബൺ ഉണ്ട്, ഇവിടെ ഒരു കാർബൺ, കാരണം ഇതൊരു സെക്കൻഡറി കാർബൺ ആണ്, ഇത് പ്രൈമറി കാർബൺ. അപ്പം നമ്മൾ ഫസ്റ്റ് പറഞ്ഞ അതേ റീസൺ തന്നെയാണ്, ഇവിടെ സെക്കൻഡറി കാർബൺ ആണ്, ഇത് പ്രൈമറി കാർബൺ ആണ്. സോ അറൈൽ കാർബൺ സെക്കൻഡറി കാർബൺ ആയതുകൊണ്ട് ഇലക്ട്രോഫൈൽ വിൽ നോട്ട് അറ്റാക്ക്, അപ്പോൾ ഇവിടെയാണ് അറ്റാക്ക് ചെയ്യുക. സോ ദീസ് 3 reasons found that the preferred product is CH3I and phenol. മനസ്സിലായോ? സോ ഫോർ അറൈൽ ഈതേഴ്സ് നമുക്ക് എപ്പോഴും ഫിനോളാണ് മേജർ പ്രൊഡക്റ്റ് കിട്ടുക, കാരണം ഈ ബോണ്ട് വളരെ സ്ട്രോങ് ആണ്. SN1 SN2 പാത്വേ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടുക ഫിനോളും പിന്നെ CH3I ആണ് കിട്ടുക. റീസൺ പറഞ്ഞത്, ഒന്നാമത്തെ റീസൺ പറഞ്ഞത് ഇത് sp2 കാർബൺ, ഇത് sp3 കാർബൺ. സോ sp2 കാർബൺ ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ്, സോ ദിസ് ബോണ്ട് ഈസ് വെരി സ്ട്രോങ് കമ്പയർഡ് ടു ദിസ്. പിന്നെ അടുത്തത് പറഞ്ഞത് റെസണൻസ് എഫക്റ്റ്, കാരണം ഓക്സിജനിലുള്ള ലോൺ പേഴ്സിന് ഇവിടെ റെസണൻസിന് പങ്കെടുക്കാൻ പറ്റും. സോ ഒരു ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഇവിടെ വരുന്നതുകൊണ്ട് ഇത് വീണ്ടും സ്ട്രോങ് ആയി മാറി. പിന്നെ അറയിൽ നമ്മൾ ന്യൂക്ലിയോഫൈൽ അപ്രോച്ച് ചെയ്യാൻ എളുപ്പം ഇങ്ങോട്ടേക്കാണ് ഇവിടേക്കാൾ, കാരണം ഇവിടെ സ്റ്റെറിക്കൊക്കെ ഉണ്ട് അല്ലേ? സോ ഇവിടേക്ക് ഒരിക്കലും വരില്ല. സോ വാട്ട് വിൽ ബി ദ പ്രോഡക്റ്റ്? CH3I ആണ് പ്രോഡക്റ്റ്. സിംപ്ലി നമുക്ക് ഇത് ശരിക്കും ഫസ്റ്റ് കേസ് തന്നെയാണ് അല്ലേ? നമ്മളൊരു പ്രൈമറി കാർബണും സെക്കൻഡറി കാർബണും അല്ലേ? ഇത് പ്രൈമറി, ഇത് സെക്കൻഡറി. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചു പ്രൈമറി ആൽക്കൈൽ ഹാലൈഡാണ് ഉണ്ടാവുക, സെക്കൻഡറി ആൽക്കഹോളാണ് ഉണ്ടാവുക. അതേ കേസ് തന്നെയാണ്, പക്ഷേ അതിന് എക്സ്പ്ലനേഷൻ നമുക്ക് ഇങ്ങനെ വേണം കൊടുക്കാനുള്ളത്. സോ ദാറ്റ് ഈസ് അബൌട്ട് ദി CO ക്ലീവേജ് റിയാക്ഷൻസ്. ഇത്രയാണ്. അപ്പോൾ 2 റിയാക്ഷൻ നമ്മൾ പഠിച്ചു, ബേസിക് ക്യാരക്ടർ പഠിച്ചു, പിന്നെ പഠിച്ചത് അസൈൽ ഓക്സിജൻ ക്ലീവേജ് നടന്ന് നമുക്കൊരു ആൽക്കൈൽ ഹാലൈഡും കിട്ടും, ആൽക്കഹോളും കിട്ടും.